ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഇത് പുത്തനത്ത് ദിനേശൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലും നമ്മളുടെ പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടി നിയന്ത്രണം ഉണ്ടാവില്ല, പൊതുപ്രവർത്തകർക്കടക്കം അതിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന നിലയിലാണ്. എനിക്ക് ടി പി ചന്ദ്രൻ മാഷോട് ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പോലീസിനെയാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും ഈ ചർച്ചയുടെ തുടക്കം എന്ന നിലയിൽ തന്നെ കാണുന്നതും പി വി അൻവർ ഉന്നയിക്കുന്നതും. ഈ പാർട്ടിയും പൊതുപ്രവർത്തകർക്കും പോലീസ് സ്റ്റേഷനുകളിൽ നേരിട്ടിടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ പോയി സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു, അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. അതിന് പാർട്ടി എടുത്തിരുന്ന നിലപാട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ പോലീസ് സ്റ്റേഷനുകളെ പാർട്ടി വിമുക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പാർട്ടി വിമുക്തമാക്കാൻ പോലീസ് സ്റ്റേഷനുകളെ തീരുമാനിച്ച നയത്തിൻ്റെ തിരിച്ചടി ഇപ്പോൾ വോട്ടായി അനുഭവിക്കുന്നു എന്നതൊരു കാര്യം, മറുഭാഗത്ത് അത് വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. എന്താണ് ടി പി ജയചന്ദ്രൻ മാസ്റ്ററിൽ നിങ്ങളുടെ അഭിപ്രായം? ഉദ്യോഗസ്ഥരെ ഇങ്ങനെ കെട്ടഴിച്ചു വിടുന്നതിനോട് നിങ്ങൾ യോജിപ്പുണ്ടോ? യഥാർത്ഥത്തിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ കാതൽ കിടക്കുന്നത് അവിടെയാണ്. നമ്മളുടെ പോലീസ് സ്റ്റേഷനുകളെ പൂർണ്ണമായും രാഷ്ട്രീയ വിമുക്തമാക്കി കഴിഞ്ഞാൽ എല്ലാം നന്നാവുമെന്ന തോന്നലുള്ള തിരിച്ചടിയാണോ ഇത് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ? അങ്ങനെയാണെങ്കിൽ പി വി അൻവർ ഉയർത്തിവിട്ട ഈ വിവാദം നമ്മൾ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് ഏതെങ്കിലും വ്യക്തികളിലേക്ക് കൂട്ടിക്കെട്ടിയല്ല, പകരം പാർട്ടിയുടെ നയവുമായി ബന്ധപ്പെടുത്തിയാണ്. താങ്കൾ എന്താണ് കരുതുന്നത്? ഒന്ന്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ പാർട്ടി വിമുക്തമാണ് എന്ന വിശ്വാസം തരിമ്പ് പോലും കേരളത്തിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയല്ല അരുൺ. താങ്കൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ചർച്ചയ്ക്ക് നമ്മൾ കൊടുത്ത ക്യാപ്ഷൻ എല്ലാം കലങ്ങി തെളിയുമോ എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ ഡോക്ടർ അരുൺകുമാറിൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എനിക്ക് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, സമീപകാലത്ത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കോളിളക്കമുണ്ടാക്കിയത് ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയ് വധമായിരുന്നു. അന്വേഷണം എവിടെയൊക്കെ എത്തിക്കണം എന്ന നിലയ്ക്ക് മാധ്യമപ്രവർത്തകന്മാരും കേരളത്തിലെ പൊതുസമൂഹം എത്തിച്ചു. ഉടനെയാണ് നമ്മുടെ മുമ്പിൽ കാഫിറിൻ്റെ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദം വന്നത് അരുൺ. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ കണ്ടു, കാഫിർ എന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിലെ വർഗീയവൽക്കരിക്കാനും വർഗീയ കലാപം ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള ആസൂത്രണ പ്രവർത്തനങ്ങളും കേരളത്തിലെ മുഖ്യധാര മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഗീയവൽക്കരിക്കപ്പെട്ടതിൻ്റെ പ്രകടോദാഹരണവുമായിരുന്നു. ഒരിക്കലും കേരളത്തിലെ പൊതുസമൂഹത്തിന് സ്വീകാര്യമായിരുന്ന ഒരു നടപടിയായിരുന്നില്ല. നാം പ്രതീക്ഷിച്ചു അത് അന്വേഷിക്കപ്പെടും, കണ്ടെത്തപ്പെടുമെന്ന്. അപ്പോഴാണ് നാം പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ട, നമ്മളെ ഓരോരുത്തരെയും വേദനിപ്പിച്ച വയനാട് ദുരന്തമുണ്ടാകുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ പോയപ്പോൾ ജോയ് വധം അടിയിൽ പോയി, കാഫിർ സ്ക്രീൻഷോട്ട് കേരളത്തിലൊരു ചലനവും ഉണ്ടാക്കിയില്ല. വയനാട് ദുരന്തത്തിൻ്റെ കാര്യകാരണങ്ങൾ ചിലർക്ക് എതിരാകുമെന്ന് തോന്നിയപ്പോഴാണ് നമ്മളുടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു സുപ്രഭാതത്തിൽ 4.5 കൊല്ലം അടപിടിച്ച് കിടന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത് വന്നപ്പോഴാണ് അവിടെ MLA-ക്കെതിരായ ആരോപണം, MLA സസ്പെൻഡ് ചെയ്യുമോ പുറത്താക്കുമോ എന്നൊക്കെ ഉള്ളത്. ഇത് മൂന്നും ഇത് വന്ന പടിയിൽ പോയതാണ് ഡോക്ടർ അരുൺ നമ്മൾ കാണുന്നത്. ഉടനെ മട്ടാഞ്ചേരി ഡ്രഗ് മാഫിയയുടേതായി. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും അത് താല്പര്യം അധികം കണ്ടിട്ടില്ല. അവിടെയും നമ്മൾ ഇത് കലങ്ങിയില്ല, തെളിഞ്ഞതുമില്ല. പോലീസ് മാമനെതിരായുള്ള അൻവറിൻ്റെ ആരോപണം വരുന്നത് ഈ ഘട്ടത്തിലാണ്. ഇത്രയും കാലം ഗവേഷണം നടത്തിയ പോലീസ് മാമനെതിരായുള്ള അന്വേഷണം അദ്ദേഹത്തെ ADGPയുടെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ന് തുടക്കത്തിൽ അരുൺ പറഞ്ഞ മാതിരിയിൽ അൻവറിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ 2 കീഴുദ്യോഗസ്ഥന്മാർ വന്ന് ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് അൻവർ ഉയർത്തിയ ആരോപണത്തിൽ ഭരണ പ്രതിപക്ഷങ്ങളെ ഒരേപോലെ തന്നെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഒരു 150 കോടിയുടെ കണക്കുകൾ, അത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത് കുറ്റം ആരോപിച്ച എൻ്റെ മൊഴിയെടുക്കാതെയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണം. പുനർജനിയുമായി ഇന്ന് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്, KC വേണുഗോപാലുമായിട്ട് ഇതേ വിവാദ ADGPക്കുള്ള ബന്ധം, ഇതൊക്കെ വെക്കുമ്പോൾ അരുൺ പറ, എത്ര കാലം ഇത് മുന്നോട്ട് പോകും? പക്ഷേ എനിക്ക് അരുൺ ഈ ചർച്ചയിൽ പറയാനുള്ള എൻ്റെ വ്യക്തമായ ബോധ്യം വെച്ച് ഞാൻ പറയുന്നത്, ഇത് വളരെ കൃത്യമായ ചില അജണ്ടകളുടെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ഇതിന് നല്ല കൃത്യമായ ബന്ധമുണ്ട് എന്ന് അരുണ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. നോക്കൂ, യെച്ചൂരിയുടെ ആരോഗ്യം ഇനി ഒരു തിരിച്ചുവരവിന് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള പലരും പ്രതീക്ഷിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. നോക്കൂ, ഇപ്പോൾ ഏതായാലും ശരി, പാർട്ടിയുടെ ലോക്കൽ സമ്മേളനം തുടങ്ങാൻ ആരംഭിക്കുന്ന ദിവസത്തിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് കുടത്തിലടച്ച ഒരു ഭൂതവുമായിട്ട് നമ്മുടെ അൻവർ പുറത്തു വരുന്നത്. ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അൻവർ ഒരു ഒറ്റയാൾ പോരാളിയാണ് എന്ന്. കൃത്യമായിട്ട് നമുക്കറിയാം, CPM-ൻ്റെ യെച്ചൂരിക്ക് ശേഷം
രണ്ട് പവർ പോളുകൾ തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. ഡോക്ടർ അരുൺകുമാർ കൃത്യമായ ബോധ്യത്തിൻ്റെയും എനിക്ക് കൃത്യമായി കിട്ടിയ അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, വരാൻ പോകുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റേതായിട്ട് വരാൻ പോകുന്നത് ഒരുപക്ഷെ കാരാട്ട് അല്ലെങ്കിൽ ബൃന്ദ കാരാട്ടായിരിക്കും. അദ്ദേഹത്തിന് എതിർക്കാൻ പോകുന്നത് MA ബേബി ആയിരിക്കും. കേരളത്തിലെ റിയാസ് വിരുദ്ധ ഗ്രൂപ്പും കേന്ദ്രത്തിലെ പിണറായി വിരുദ്ധ ഗ്രൂപ്പും ഒന്നിച്ചൊരുമിച്ചുകൊണ്ട് ഇതിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ തോമസ് ഐസക്ക്, സുധാകരൻ, EP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പിന്തുണയുണ്ടാകും. വളരെ കൃത്യമായ താല്പര്യത്തോടു കൂടി തന്നെയാണ് പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങൾ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ ഒരു ഭൂതം പുറത്തുവിടുന്നു. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു. ആനയിഴഞ്ചാൻ തോട് മുതൽക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, MLA, പോലീസ് മാമൻ ഒപ്പവിട്ട് ഇപ്പം ചർച്ച എവിടത്തേക്കാണ് അൻവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? അത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം ഒരു ജയമല്ല. ആ ജയം ഏതൊക്കെയോ ശക്തികൾ തമ്മിൽ ഉണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത് BJPയുടെ തലയിൽ കെട്ടിവെക്കണം. പൂരം കലക്കിയത് BJP ആണെന്ന് വരുത്തി തീർക്കണം. വളരെ കൃത്യവും ശക്തവുമായ ബോധ്യത്തോടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്ത് വന്നുകൊണ്ടിരിക്കുന്ന അപചയത്തിന്റെ അവസാനത്തെ ഉദാഹരണമല്ലേ ഇത്? ശരി, CPM-ന്റെ സംഘടനയ്ക്ക് അത് വിശദീകരിക്കേണ്ടതുണ്ട്. TP ജയചന്ദ്രൻ, താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഇടതുപക്ഷത്തിനും CPM-നും അത്ര പരിചിതമായ ഒരു രീതിയുമല്ല. പാർട്ടിക്ക് പുറത്തു നിന്ന് ഇടതുപക്ഷ MLA ആയ, ഇടതുപക്ഷ അനുഭാവിയായ, CPM സഹയാത്രികനായ ഒരു MLA പാർട്ടിയുടെ എല്ലാ ചട്ടങ്ങൾക്കും പുറത്തു നിന്നുകൊണ്ട് പുറത്തൊരു വിമർശനം ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിക്കുക, ഏതെങ്കിലും ഒരു വകുപ്പിനെതിരെ ഉന്നയിക്കുക, അത് ഇതുവരെ നമ്മൾ കേൾവിയില്ലാതാണ്. ഇതുവരെ അനിതര സാധാരണമായ ഒരു സംഭവമായി തന്നെ നമുക്കെതിരെ വിലയിരുത്താം.